ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജനറൽ വ്ലോഗ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഫോട്ടോസ് എല്ലാം തന്നെ മൊബൈലിൽ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ്. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. നിലവിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് അഡോബെ ലൈറ്റ്റൂം, പിക്സാർട്ട്, പിക്സലാർ, സ്നാപ്സീഡ് അങ്ങനെയുള്ള തേർഡ് പാർട്ടി എഡിറ്റിംഗ് ആപ്സാണ്. പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷനൊക്കെ വളരെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലാം തന്നെ നല്ലത്. പക്ഷേ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിമ്പിൾ ആപ്പാണ്. നമ്മൾ സപ്പോസ് ഒരു ഫോട്ടോ എടുത്തു അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഈ ഫോട്ടോ വളരെ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോയായി മാറും. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. വേറൊന്നുമല്ല, ഗൂഗിൾ ഫോട്ടോസ് ആപ്പാണ്. ഇത് പലരും യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ഗാലറി ആപ്പായിട്ടാണ്. പലർക്കും അറിയില്ല ഇതിൽ ഇങ്ങനൊരു എഡിറ്റിംഗ് ടൂൾസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ കുറേ പേർക്ക് അറിയാൻ മേലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ആപ്പ് ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. എപ്പോഴും പറയാറുള്ള കണക്ക് തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പോർട്രേറ്റ് ഫോട്ടോയാണ്. ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ കുറേ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫിൽറ്റർ യൂസ് ചെയ്യാം. അത് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ ഫോട്ടോ തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയുടെ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഗൂഗിൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ ഫോട്ടോ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് അതിൽ എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റായിട്ടും നമുക്ക് അതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അതിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നോർമൽ എല്ലാ എഡിറ്റിംഗ് ആപ്സിലും ഉള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ എഡിറ്റിംഗ് ഓപ്ഷനിലോട്ട് പോകാം. ഇതിൽ തന്നെ ലൈറ്റ്, കളർ, പോപ്പ് എന്ന് പറഞ്ഞ 3 ഓപ്ഷനുണ്ട്. ലൈറ്റിൽ തന്നെ കുറേ സബായിട്ടുള്ള കുറേ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, വൈറ്റ്, ഹൈലൈറ്റ്, ഷാഡോസ്, ബ്ലാക്സ്, വിഗ്നെറ്റ്, ഇങ്ങനെ കുറേ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ബ്ലാക്സ് ലെവൽ ഒന്ന് കൂട്ടും. ഇതിലൊരു വൈറ്റ് ബാലൻസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ബ്ലാക്ക് ലെവൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോയ്ക്ക് നല്ലൊരു റിച്ച് ലുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, വൈറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ആ സെറ്റിങ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ വിഗ്നെറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒരു ശകലം ഒരു ഡാർക്കിലോട്ട് പോകും. അത് എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് കളർ പ്രൊഫൈലിൽ നമുക്ക് കളർ എഡിറ്റിങ്ങിലോട്ട് പോകാം. അതിലെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ടിൻറ്റ്, സ്കിൻ ടോൺ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏതാണ് ഇഷ്ടം. ആ ഒരു സ്കിൻ ടോൺ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇമേജിൽ നന്നായിട്ട് വരുന്നത് നോക്കി നിങ്ങളത് സെലക്ട് ചെയ്യുക. ഇതാണ് എഡിറ്റ് ചെയ്തതിന് മുമ്പും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല രീതിയിൽ ഇമേജ് വന്നിട്ടില്ലേ? ഈ ഫോട്ടോയിൽ കണ്ടില്ല, അല്പം കളറൊക്കെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ആദ്യം തന്നെ ലൈറ്റിൽ പോയി, ലൈറ്റ് ഓപ്ഷൻസിൽ പോയി, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഞാൻ ബ്ലാക്സ് ലെവൽ ഒന്ന് കൂട്ടും. അപ്പോൾ തന്നെ ഫോട്ടോ ഒരു നല്ല ലുക്കിലോട്ട് വരും. അതുപോലെ തന്നെ എക്സ്പോഷർ ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും വൈറ്റ്സ് ആണെങ്കിലും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ല ഒരു ക്വാളിറ്റി ഇമേജിലേക്ക് അത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാച്ചുറേഷൻ ലെവലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. 2 ഫോട്ടോ ഞാൻ നിങ്ങളിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത്, അത് രണ്ടാമത്തെ ഫോട്ടോയാണ് ഞാൻ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ജസ്റ്റ് ആ ഫോട്ടോയിൽ ഇത് പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം എഡിറ്റ് ചെയ്തതിന് മുമ്പ് ഉണ്ടായിരുന്ന എങ്ങനെയാണ്, എഡിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ള ഇമേജ് നമുക്ക് കാണാൻ പറ്റും.
ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാണ്. ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. കണ്ടില്ലേ, ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട് ആ ഫോട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ഒരു ഇമേജ് കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിക്കാം. ഇത് ബീച്ചിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. ഇതിൽ ഗൂഗിൾ ആപ്പിൻ്റെ തന്നെ ഫിൽറ്റേഴ്സ് നല്ല രീതിയിലുള്ളൊരു പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ച് അത് എഡിറ്റ് ചെയ്യാം, വേറെ എഡിറ്റിങ്ങിന് പോകണമെന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഓപ്ഷനിലൊക്കെ പോയിട്ട് ആ കളറും സാച്ചുറേഷനും ഒക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എഡിറ്റിംഗ് ആപ്പ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായില്ലേ? ഇഷ്ടമായി കാണും തീർച്ചയായിട്ടും. അങ്ങനെ ഇഷ്ടമായെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കുക, ചെറുതായിട്ട് ഇതുപോലെയൊക്കെ എഡിറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഇനിയും ഇതുപോലൊരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ജെൻ.